ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. നോർമൽ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കാതെ ഇന്ന് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളെ വീഡിയോകളിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഈസിയാണ്, അതുപോലെ കുറച്ച് ടേസ്റ്റിൽ ഡിഫറൻറ്റും ആയിട്ടുള്ളൊരു ചിക്കൻ പൊരിച്ചതാണ്. ഞാൻ ഇവിടെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്തത്. അതിലേക്ക് ഞാൻ ആദ്യം 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. നമ്മൾ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചാണ് മുളക് പൊടി ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ റൈസ് പൗഡർ, ഏത് വേണമെങ്കിലും ഇടാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഇടണം. ഒരു 1/2 ടീസ്പൂൺ മാത്രം അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈം ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. അതൊരു ഹാഫ് ലൈം മതി, അതും ഒഴിക്കുന്നുണ്ട്. കുരുവൊക്കെ മാറ്റിക്കളയുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് അവർ എന്തായാലും അത് അങ്ങനെ തന്നെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക. ശേഷം ഒരു പാൻ എടുത്തിട്ട് ഓയിൽ ചൂടാക്കാൻ വെക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തത്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് മുഴുവൻ ചിക്കനും ഇട്ട് എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ. എല്ലാ സൈഡും ചെറുതായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയാണ്, വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു ചെറിയൊരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ളി എടുക്കുക കേട്ടോ. ഇതുപോലെ ചിക്കനും ഉള്ളി രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് അടുത്തത് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി അതുപോലെ ചെറുതായിട്ട് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. ഒരു ചെറിയൊരു തക്കാളിയും കൂടി അതിലേക്ക് ചെറുതായിട്ട് ഇട്ടതാണ്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരണം. അതുവരെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഫൈനൽ സ്റ്റെപ്പ്, ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറ്റാൻ പോകുന്ന സ്റ്റെപ്പാണ്. അതായത് നമ്മൾ ടൊമാറ്റോ സോസ്, അത്യാവശ്യം ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാനിപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് എടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ പൊരിച്ചതിൽ മസ്റ്റായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ടൊമാറ്റോ സോസ്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇടുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ സോസ് ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വെക്കുക. ലാസ്റ്റ് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മളെ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷ് റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചിക്കൻ പൊരിച്ചത്. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.